ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഡോണറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറു ചൂടുള്ള ഒരു അര ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു അര സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം എടുക്കുമ്പോൾ ചെറിയൊരു ചൂട് മാത്രമേ കാണാവുള്ളൂ. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഇതേപോലെ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഇതൊരു 250 ml കപ്പാണ് കേട്ടോ. ഇതിനൊരു 2.5 കപ്പ് മൈദ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 2.5 കപ്പ് മൈദ എടുക്കാം. അപ്പോൾ ഇതേ അളന്നെടുത്തിട്ടുണ്ട് 2.5 കപ്പ് കറക്റ്റായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് സാൾട്ടഡ് ബട്ടറാണേ, അൺസാൾട്ടഡും എടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ബട്ടർ എടുത്തിട്ട് ഇത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂണിന് ഒരു 2 സ്പൂണ് പഞ്ചസാര പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. ഒരു സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ഇട്ടിട്ട് ആ ബട്ടറൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് കൈവച്ചൊന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഒരു മുട്ട എടുക്കുന്നുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡോണറ്റ് കിട്ടത്തുള്ളൂ. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈസ്റ്റിൻ്റെ അതും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമുക്ക് വെള്ളം വല്ലതും ചേർക്കണമെങ്കിൽ ചെറുതായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അരമണിക്കൂറിന് ശേഷം ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുത്തിട്ട് ഇനി നമുക്കിത് ഡോണറ്റിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പം നമുക്കിത് 2 പാർട്ടായിട്ടൊന്ന് എടുക്കാം. എടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്രയും കനം കുറച്ച് വേണ്ട, അത്യാവശ്യം നല്ല കനത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ പരത്തിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ ഒന്ന് വെച്ച് നല്ല പ്രസ് ചെയ്ത് ഡോണറ്റിൻ്റെ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് കറിയൊക്കെ കൊണ്ടുവന്ന ചെറിയ പാത്രമാണ് കേട്ടോ. പിള്ളേരൊക്കെ കൊണ്ടുവന്നത് ഇതേപോലെ ചെറിയ പാത്രമാണ്. ഇനി നമുക്ക് നടുക്ക് ഭാഗം എടുക്കുന്നത് ഇതേപോലെ ഒരു നോസിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഡോണറ്റിൻ്റെ നല്ല ഷേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി കട്ട് ചെയ്യാൻ പാടില്ല. ഞാനൊരു നോർമൽ രീതിയിൽ കട്ടിക്കാൻ ഞാൻ പരത്തിട്ടുള്ളൂ കേട്ടോ. ഒത്തിരി കട്ടിയായാലും ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്നുകൂടി ഒന്ന് സൈസാകും. അപ്പോൾ ഈ ഒരു കട്ടിക്കൊക്കെ മതി കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് വേണമെങ്കിൽ ഇതേപോലെ ഷേപ്പ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് നടുക്ക് ഭാഗം ഇതേപോലെ നോസിൽ വെച്ചൊന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ ഇതേപോലെ ഷേപ്പ് ആക്കി എടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ പരത്തി ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതേ പാൻ അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഡോണറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഡോണറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതിയേ. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് അളവിലെടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡോണറ്റിന് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ചേരുവകളൊക്കെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കണം. അപ്പോൾ ഈ ഒരു കളറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിത് എടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഇത് ഡിപ്പ് ചെയ്തെടുക്കാം. അത് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അത് മെൽറ്റ് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അലങ്കാരത്തിനായിട്ട് വേണമെങ്കിൽ ഇതേപോലെ നമുക്ക് ബീഡ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. കളറായിട്ടുള്ള ബീഡ്സോ നട്ട്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഞാൻ ഡാർക്ക് കോമ്പൗണ്ടിൽ മുക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ കുറേ നട്ട്സും ബീഡ്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. അത് ഇതുവരെ മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബീഡ്സുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ കഴിക്കേണ്ടതാണ്, ഞാൻ കളറായിട്ടുള്ളതൊന്നും എടുത്തിട്ടില്ല.
ചുമ്മാ കുറച്ച് നട്ട്സും പിന്നെ വേണേൽ ചോക്ലേറ്റിനെ നമുക്ക് ഇതേപോലെ മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ഡിസൈനായിട്ടൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉത്ഭവമൊക്കെ നല്ല സോഫ്റ്റ് ആണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.